ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ കുറുകിയ ചാറോടെയുള്ള നല്ലൊരു കറിയാണ്. നമ്മളിത് പച്ചക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇറച്ചിക്കറി എടുക്കൊരു ടേസ്റ്റിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. സാധാരണ പച്ചക്കായ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പോലും അറിയാതെ ഈ കറി കഴിച്ചു പോവും. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 15 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടാവുമ്പോൾ നമ്മളെടുത്ത ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിവിടെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ചിരവിയത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കറിക്ക് വറുത്തരച്ച തേങ്ങയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലപോലെ എരിവുണ്ടായിരിക്കും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഏതാണ്ട് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ പ്രധാന ചേരുവയായ പച്ചക്കായയാണ്. 2 പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പച്ചക്കായ അതിനകത്തോട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. പച്ചക്കായയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. 2 പച്ചക്കായും ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ പച്ചക്കായയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ഉള്ളിയും മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് 1 കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം നടുകൂരി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് റെഡിയാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിക്കകത്താണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക് ഉണ്ടായിരിക്കുക. ചട്ടിക്കകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമ്മൾക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കുന്നില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചപ്പം അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തപ്പം അതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കായയാണ്. അത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പച്ചക്കായ മാത്രമായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവുണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പം ഇട്ട് കൊടുത്ത 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ എരിവാണ് ഉണ്ടായിരിക്കുക. കാശ്മീരി ചില്ലി പൗഡറിന് ഒരുപാട് എരിവ് കാണത്തില്ല. അതുകൊണ്ട് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കായ വേവാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കായ ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച തേങ്ങ ചൂടാറി വന്ന് കാണും. അത് നമ്മൾക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇത് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. കാരണം നല്ലപോലെ അരച്ചെടുത്താലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ പച്ചക്കായ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു.
ഇപ്പം കായയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീരെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. അതേസമയം വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിക്കകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം മിക്സിങ് ക്ലീൻ ആവും. തേങ്ങയുടെ പേസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി അതും കൂടെ ഈ കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി ഒരുപാട് വെള്ളം പോലെ ഇരിക്കത്തില്ല, കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുക. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മതിയാവത്തില്ല. ഇപ്പം ഒന്നും കൂടെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടാണ് കറി ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിക്നെസ്സൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇതിവിടെ 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് താളിച്ചിടണം. അപ്പോഴാണ് കറിക്ക് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതിനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. 4 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറെല്ലാം നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റി കൊടുക്കുക. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറി ടേസ്റ്റ് ചെയ്ത് അതിന് എരിവ് കുറവാണ് എന്ന് തോന്നിയാൽ മാത്രം ഈ സമയത്ത് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കറി ടേസ്റ്റ് ചെയ്തപ്പം എരിവെല്ലാം കറക്റ്റ് പാകമാണ്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം ഇത് നല്ലപോലെ വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ താളിച്ചത് നേരെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളുണ്ടാക്കിയ കറിയിൽ ഉപ്പും മുളകും എല്ലാം കറക്റ്റ് പാകമാണ്. ഇനി താളിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഇളക്കാനായിട്ട്. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഈ കറി അറിയാതെ കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ് ഇതിന്. വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടില്ല, അതേസമയം നല്ല കുറുകിയ രീതിയിൽ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ കോവയ്ക്ക വെച്ചിട്ടും പപ്പായ വെച്ചിട്ടും ഒക്കെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്